പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫംഗ്ഷനിൽ എവിടെ ടോയ്ലറ്റ് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ പ്രകാരം വീട്ടിൽ ടോയ്ലറ്റ് പാടില്ല. പലരും ബാക്ക് വീഡിയോയിലെ കണ്ടന്റുകൾ കണ്ടിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ അന്ധവിശ്വാസം ഇങ്ങനെ വളർത്തുന്നത്, എന്താണ് ഈ അന്ധവിശ്വാസം? ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ എക്സ്പീരിയൻസസ് നമ്മളെയും കുറെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിതൊന്നും ഡിനൈ ചെയ്യില്ല. അപ്പൊ ഞാനത് അറിയാൻ ശ്രമിക്കും കൂടുതലായിട്ട്. ഇത്ര പവർഫുൾ. ഇതിനെ റൂയിയുടെ അർത്ഥം വരുന്നത് ആസ് യു വിഷ് എന്നാണ് എന്റെ അർത്ഥം. അത് ചൈനീസിലെ റൂയി എന്ന് പറയുമ്പോൾ ആസ് യു വിഷ്. എവിടെ എത്തിയെന്ന് വെച്ചാൽ ഞാൻ ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. നീ വേഗം വാ, ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന്. ഇതിനെ കുറച്ചും കൂടെ ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞാലാണ് ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു റിലീജിയസ് പ്രാക്ടീസ് പോലെയോ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ പ്രാക്ടീസ് പോലെയൊക്കെ പറഞ്ഞാലാണ് ആളുകൾക്ക് ഇത് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ടോയ്ലറ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു. ടോയ്ലറ്റിന്റെ സെപ്റ്റിക് ടാങ്ക്, ഈ സെപ്റ്റിക് ടാങ്ക് എന്നുള്ള സംഗതിക്ക് ശരിക്കും ഫംഗ്ഷനിൽ കണക്കില്ല. ഇല്ല. അപ്പൊ നമ്മളെ വാസ്തുവിൽ ഭയങ്കര നിർബന്ധമാണ് ഇന്ന സ്ഥാനത്ത് പാടില്ല. പക്ഷെ ഫംഗ്ഷനിൽ വിസിബിൾ അല്ലാത്ത ഒരു കാര്യത്തിന് അവിടെ കണക്കാക്കുന്നില്ല. ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പൊ ഫംഗ്ഷനിൽ എവിടെ ടോയ്ലറ്റ് വെക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫംഗ്ഷൻ പ്രകാരം വീട്ടിൽ ടോയ്ലറ്റ് പാടില്ല. എവിടെ ടോയ്ലറ്റ് വന്നാലും അതിനനുസൃതമായ പ്രശ്നമുണ്ട്. കാരണം എല്ലാ സെക്ടറും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ എവിടെ ടോയ്ലറ്റ് വയ്ക്കും? ആക്ച്വലി പറയണത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 10 മീറ്ററെങ്കിലും നീങ്ങിയിട്ടായിരിക്കണം ടോയ്ലറ്റ്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ അല്ല. ഇപ്പൊ പ്രാക്ടിക്കൽ അല്ല, പോസിബിൾ അല്ല. അപ്പൊ അവിടെയാണ് നമുക്ക് അതിനൊന്ന് പ്രോപ്പർ ആയിട്ട് അലൈൻ ചെയ്യാൻ പറ്റുന്നത് മാത്രമാണ്. 10 മീറ്റർ അല്ല, പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് പറയുന്നത്, പണ്ട് നമ്മള് ബക്കറ്റിൽ വെള്ളം കൊണ്ട് പോയിട്ടുണ്ട്, അവിടെ ടോയ്ലറ്റ് ദൂരെയായിരുന്നു അല്ലേ? ഈ പറഞ്ഞ പോലെ ഇപ്പോഴല്ലേ ഇവിടേക്ക് വന്നിട്ടുള്ള. ഞാനൊക്കെ ജനിച്ചു വളർന്ന വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടെങ്കിലും വീടിന് പുറത്ത് പറമ്പിന്റെ അങ്ങേ അറ്റത്ത് ഒരു ബാത്റൂം ഉണ്ട്. അവിടെയാണ് നമ്മൾ ഉപയോഗിക്കാറില്ല. അതൊന്നും വെച്ച കൂട്ടത്തിൽ വയ്യാതെ കാണാൻ വരുമ്പോൾ ചെയ്യാൻ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്താ സംഭവം? ഇപ്പൊ 2 പേരുള്ളിൽ 5 ടോയ്ലറ്റ് ഉണ്ടോ? ഇപ്പൊ ഞാൻ പല വീട് ഞാൻ പോയി കണ്ടിട്ടുണ്ട്. 2 പേർ അവിടെ ആകെ താമസിക്കുന്ന അമ്മയും ഒരു മോനും മാത്രമാണെങ്കിലും 5 ബെഡ്റൂം 5 ടോയ്ലറ്റ് മസ്റ്റ് ആണ് അവിടെ. 10 ലക്ഷം രൂപ ടോയ്ലറ്റിന് മാത്രം മാറ്റിയിട്ടുണ്ടായിരിക്കും. അല്ല, ഞാൻ പറയണില്ലേ, ഞാൻ അതും സംസാരിക്കാറുണ്ട് ആൾക്കാരോട്. നമ്മൾക്ക് ഫംഗ്ഷനിൽ ഒരു കാര്യം അത് തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ സെറ്റ് വീട്ടിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അത്രയും ചെയർസ് അവരുടെ നിർബന്ധമായിട്ടും അവരുടെ ലിവിംഗ് റൂമിൽ ഉണ്ടാവണമെന്നാണ്. കാരണം അതൊരു ലിവിങ് സ്പേസ് ആണ്. നിങ്ങൾ എല്ലാവരും അവിടെ ഒത്തുകൂടണം, എല്ലാവർക്കും ഇരിക്കാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടാവണം. അപ്പൊ അത് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ഏരിയ ഉണ്ട്. കല്യാണം നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എലിജിബിൾ ആയിട്ടുള്ള ഒരു ജെൻഡാണ് അല്ലെങ്കിൽ ഒരു മെയിൽ ആണ്, ഒരു ഗേൾ ആണെങ്കിൽ ഇവരുടെ ബെഡ്റൂം എപ്പോഴും ഡബിൾ കോട്ട് ആക്കുക നമ്മൾ ആദ്യം പറയും. കാരണം ആ ഒരു എനർജിനെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സ്പേസ് അവിടെ വേണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ സിംഗിൾ സ്പേസിൽ കിടക്കരുത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കണക്കുകളോട് നമ്മൾ അതിനകത്ത് പറയാം. എല്ലാം സങ്കല്പത്തിൽ തന്നെ വെച്ച് പോവാ. അതെ അതെ അതെ, ഒരു എനർജറ്റിക്കലി നമുക്ക് അതിനെ കണക്ട് ചെയ്തെടുക്കാനാണ് ഏറ്റവും നല്ലതായിരിക്കും. അപ്പൊ മനസ്സിലാ പ്രതീക്ഷ ഇല്ലെന്നുണ്ടെങ്കിൽ അത് കിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അത് പ്രതീക്ഷ വെച്ച് തന്നെ. അതെ, അല്ല, നമ്മൾ അതിനെ ഇൻവൈറ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളൊരു എനർജി നമ്മൾ യൂണിവേഴ്സിലേക്കും കൊടുക്കണ്ടേ? ഐ എം കേപ്പബിൾ ടു ആക്സെപ്റ്റ്. കല്യാണം കഴിക്കണം എന്നുള്ളവർ ഈ സിംഗിൾ കോട്ട് ബെഡ് മാറ്റി 2 കോട്ട് ബെഡ് ആണോ? കല്യാണത്തിന്റെ തലേന്ന് കട്ടിൽ മേടിക്കാൻ പോകരുത്. അത് നമ്മൾ ഏതൊരു സിനിമയിൽ കണ്ടിട്ടില്ലേ? ഒരു ബെഡ് ഇങ്ങനെ പകുതി കീറി കളയും. എനിക്ക് പെണ്ണ് കിട്ടില്ല, ബെറ്റർ എനിക്ക് വേണ്ട, ഞാൻ ഇവിടെ സിംഗിൾ ആയിട്ട് കിടന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഇവൻ ഇത്രയും കാലമായിട്ട് ഇത് നടന്നിട്ട് ഇപ്പൊ പുതിയ കട്ടിൽ മേടിക്കാൻ പോകുന്നു, ഇവന് കട്ടിലില്ലേ എന്നുള്ളത്. എന്റെ കല്യാണത്തിന് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമിൽ കിടന്നതൊരു കട്ടിലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പറഞ്ഞിട്ട് ഇനി ഞാൻ കട്ടിൽ മേടിക്കാൻ പോകുന്നത് നടക്കണല്ലേ. നമ്മുടെ ഒരു സുഹൃത്ത് സുല്ലേട്ടനുണ്ട്, ശ്രീഭദ്ര ഫർണിച്ചർ. പുള്ളി കല്യാണത്തിന്റെ തലേന്നിന്റെ തലേ തന്നെ വിളിച്ചേ വീട്ടിലേക്ക് വേണ്ട സാധനം എല്ലാം വണ്ടി കയറ്റി. ഞാൻ വേണ്ട നടക്കടാ, ഇപ്പൊ വേണ്ട, കല്യാണം കഴിഞ്ഞു വാങ്ങാം. ഇതിനകത്തൊരു കാര്യം കൂടെ എന്നെ ആഡ് ചെയ്യാൻ കേട്ടോ. നേരത്തെ രോഹിത് പറഞ്ഞൊരു കാര്യം എപ്പോഴാണ് കണക്ട് ചെയ്തത്. അതായത് നമ്മളുടെ ഈ തല വയ്ക്കുന്ന ദിശയ്ക്ക് പോലും ഉണ്ടല്ലോ. ഇപ്പോൾ ഫംഗ്ഷൻ പ്രകാരം ശരിക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമുക്ക് 4 ഓസ്പീഷ്യസ് ഡയറക്ഷൻസ് ഉണ്ട്. നമുക്ക് 8 ഡയറക്ഷനാണ് ടോട്ടൽ വരണേ. അതിൽ 4 അദ്ദേഹത്തിന് സപ്പോർട്ടിംഗ് ഡയറക്ഷനും 4 അദ്ദേഹത്തിന് ചാലഞ്ചിങ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ ഇതിൽ 4 ഏത് നമുക്ക് അയാളുടെ ഒരു സപ്പോർട്ടിംഗ് ഡയറക്ഷൻ അയാളുടെ റിക്വയർമെന്റ് അനുസരിച്ച്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ എ ഗ്രോത്ത് ഇൻ കരിയർ ആണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഉണ്ട്. നമുക്ക് അവിടേക്ക് തല വെച്ച എനർജി ടാപ്പ് ചെയ്യാം. ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉള്ളവർക്കാണെങ്കിൽ അവർ റിലേഷൻഷിപ്പിന്റെ സെക്ടറിലേക്ക് തലവെപ്പിക്കാൻ പറ്റും. അങ്ങനെയുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിഴക്കോട്ടും തെക്കോട്ടും മാത്രം എന്നുള്ള നിബന്ധന വരില്ല. നമ്മുടെ നാട്ടുകാർ എടുക്കാറില്ല കേട്ടോ. ഇതുപോലെ ചെന്ന് പറയുമ്പോൾ സാർ വടക്കോട്ടോ നോ വേ എന്ന് തന്നെ പറയേണ്ട ആള് ഇറ്റ്സ് ഓക്കെ, നിങ്ങളുടെ ഇതിന് നമ്മൾ തടസ്സം നിൽക്കുന്നില്ല. ഈ പറയുന്ന 4 ഏതാണോ താങ്കൾക്ക് ആക്സെപ്റ്റബിൾ ആയിട്ട് വരുന്നത് ടേക്ക് ഇറ്റ്. നമുക്ക് അതിനകത്ത് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക ചെയ്യാം. പക്ഷേ ഈ വടക്കോട്ടും പടിഞ്ഞാറോട്ടും തല വെച്ച് കിടന്ന രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അത് ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം അങ്ങനെ നമ്മുടെ ആ ഒരു സാധനം ഉള്ളിലുള്ളതുകൊണ്ടാണോ എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. മേ ബി അങ്ങനെ ആയിരിക്കും. കാരണം നമ്മൾ ജനിച്ച കാലം പോലെ കേൾക്കണം വടക്കോട്ട് പാടില്ല പടിഞ്ഞാറോട്ട് പാടില്ല എന്നൊക്കെ പറയണം. പക്ഷെ ഞാൻ കണ്ടെടുത്തോളം ഈ നമ്മുടെ ഫംഗ്ഷനിൽ 2 ഗ്രൂപ്പായിട്ട് ആളുകൾ തിരിക്കും. ഒന്ന് ഈസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് വെസ്റ്റ് ഗ്രൂപ്പാണ്. ഞാൻ വെസ്റ്റ് ഗ്രൂപ്പിലേക്ക് തലവെപ്പിക്കാറുണ്ട്, വെസ്റ്റിലേക്ക്. എനിക്ക് അങ്ങനെ നല്ല റിസൾട്ട് കിട്ടിയിട്ടും എനിക്കുണ്ട്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്ക് ഇതിനൊന്നും തള്ളിക്കളയാൻ പറ്റില്ല രോഹിത്. യു ആസ്ക് മീ ഒരു സർട്ടൺ ടൈം. ഇപ്പം എൻ്റെ സുഹൃത്തുണ്ട്,
അദ്ദേഹം ഒരു ഏത്തിസ്റ്റ് ആണ് ആക്ച്വലി, ഭയങ്കര പ്രശസ്തനായ ഒരു ഏത്തിസ്റ്റ് ആണ്. അപ്പൊ അവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ രണ്ട് എനർജിനെയും പ്രോപ്പർലി ബാലൻസ്ഡ് ആണ്. അയാളുടെ ഇങ്ങനെ ഒരു എനർജി ഉണ്ട്, എൻ്റെ ഇങ്ങനെ ഒരു എനർജി ഉണ്ട്, പക്ഷെ ഞങ്ങളത് ബാലൻസ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അദ്ദേഹം ചോദിക്കും നിങ്ങൾ പറയണം 100% ശരിയാണെന്ന് നോക്കും. ഞാൻ പറഞ്ഞു 100% അല്ലായിരിക്കും, പക്ഷേ 80% ശരിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഡിനൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു 100 എണ്ണത്തിൽ ചെന്നിട്ട് 80 എണ്ണം നമ്മൾ പറയുന്ന രീതിയിലാണ് നിൽക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഏതിനെ തള്ളണം? ശരിയാ, അതാണ് എന്റെ എക്സ്പീരിയൻസ്. അത് സ്വാഭാവികമായിട്ടും വിശ്വാസങ്ങളാണ്. ഞാൻ പലരും ബാക്ക് മീഡിയയിലെ കണ്ടന്റുകൾ കണ്ടിട്ട് എന്നോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ അന്ധവിശ്വാസം ഇങ്ങനെ വളർത്തുന്നത്, എന്താണ് ഈ അന്ധവിശ്വാസം, എനിക്കത് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ട് ഒരു 10 പേർക്ക് ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ, ഉദാഹരണം പറയാം, ഇപ്പൊ റേക്കി ഹീലിങ്ങിനെ പറ്റി പലരും മോശം പറയുന്ന ആളുകളുണ്ട്, അതും തട്ടിപ്പാണ്. അങ്ങനെയല്ല, ഇതുകൊണ്ട് വർക്കായ എത്രയോ പേരെ എനിക്കറിയാം, ഒരുപാട് പേരെ എനിക്കറിയാം. അപ്പൊ അത് സക്സസ് ആണ്, അവർക്ക് സക്സസ് ആണ്. നിങ്ങൾക്ക് സക്സസ് അല്ലേ, നിങ്ങൾ അത് എടുക്കണ്ട, സക്സസ് ആയിട്ടുള്ളവർ അത് എടുക്കട്ടെ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ ഈ അടുത്തിടയ്ക്ക് ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരാളുടെ ഒരു ഇന്റർവ്യൂ എടുത്തു. ബ്ലാക്ക് മാജിക്കിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യല്ല, അത് നമ്മുടെ നാട്ടിലുണ്ട്, അവിടേക്കും ആളുകൾ പോകുന്നുണ്ട്, രഹസ്യമായി പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദൻ മാഷ് ജോത്സ്യനെ കണ്ടു എന്നും പറഞ്ഞിട്ട് ഭയങ്കര വിവാദം നടക്കുന്നുണ്ട്. അവരുടെ വിശ്വാസം അങ്ങനെ വിട്ടാ പോരെ, എന്തിനാണ് ഈ ആവശ്യമില്ലാത്തൊരു കാര്യത്തിലേക്ക് പോകുന്നത്? അതൊരു ശാസ്ത്രമായിട്ട് കണ്ടാൽ മതി, വിശ്വാസത്തിന്റെ ഭാഗം. അതിനകത്തൊരു കാര്യമുണ്ട്, ഈ ബ്ലാക്ക് മാജിക്കിന് അതുപോലെ തന്നെ വരുന്നൊരു ടേം അല്ലേ കണ്ണ്, ദൃഷ്ടി. നമുക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? കാരണം ഞാനത് ശരിക്കും ആധികാരികമായിട്ട് എന്നോട് ചോദിച്ച ഒരു സർട്ടൺ ടൈം വരെ ഞാൻ ഇതൊന്നും വിശ്വസിക്കാത്ത ഒരാളായിരുന്നു. എൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു വലിയൊരു ശതമാനം ഭാഗം വരെയെങ്കിലും ഞാനൊരു ജോത്സ്യനെ പോലും കണ്ടിട്ടില്ല. എനിക്ക് ഇതിനോടൊക്കെ പരമ പുച്ഛമായിരുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല. ഞാൻ വിവാഹം കഴിച്ചിട്ട് വേറൊരു കാസ്റ്റിലൊരു കുട്ടിയാണ്. ഞാൻ ഇന്ന് വരെ എൻ്റെ പൊരുത്തം നോക്കാനൊന്നും നിന്നിട്ടില്ല, ഞാൻ ആരോടും ചോദിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നപ്പോൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ എക്സ്പീരിയൻസസ് നമ്മളെയും കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാനിതൊന്നും ഡിനൈ ചെയ്യില്ല. അപ്പോൾ ഞാനത് അറിയാൻ ശ്രമിക്കും കൂടുതലായിട്ട്. ഈ ദൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, രോഹിത്, എല്ലാവരിലും ഒരു എനർജി ഉണ്ട് ബേസിക്കലി. ഇപ്പം നിങ്ങളൊരു കാര്യം വളരെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ മറ്റു ഒരാൾ കാണുന്നത് എല്ലാവർക്കും അത് ഒരേപോലെ അത് ഡൈജസ്റ്റ് ആവണം നിർബന്ധമില്ല. അവർ മനഃപൂർവ്വമായിരിക്കില്ല ചിലപ്പോൾ ചെയ്യേണ്ട, പക്ഷെ അവൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ചെറിയൊരു പെയിൻ ഉണ്ട്. എനിക്കത് പറ്റിയില്ലല്ലോ എന്ന് പറയണത്. നമ്മളെല്ലാവരും തന്നെ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ എനർജി ബീയിങ്സ് ആണ് നമ്മളെല്ലാം തന്നെ, അല്ലെ? എല്ലാ ജീവജാലങ്ങളും എനർജി ബീയിങ്സ് ആണ്. നമ്മുടെ ഉള്ളിൽ there is an എനർജി, അല്ലെ? നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റണേ? അതായത് നമ്മളൊരു വളരെ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സെല്ലിൽ കാണും. സെല്ലിനെയും മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ആറ്റംസിനെ കാണും. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു നമ്മുടെ ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മറ്റ് പാർട്ടിക്കിൾസ് ഉണ്ട്, പക്ഷെ അതിനുള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനെ അടുപ്പിച്ച് നിൽക്കുന്ന ഭാഗം എന്താണ്? അതാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം തന്നെ എനർജി ബീയിങ്സ് ആണ്. ഇവന്റെ ഉള്ളിൽ നിന്ന് പ്രൊഡ്യൂസ് ആയിരിക്കുന്ന എനർജി ഒരു ചലഞ്ചിങ് അല്ലെങ്കിൽ വിഷമത്തിന്റെ എനർജി ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് നമ്മൾ വന്ന് ഹിറ്റ് ചെയ്യും. അത് അവൻ മനഃപൂർവ്വം ചെയ്യണം, അവിടെ നിർബന്ധമില്ല. ഇതിനെ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൂടോത്രമൊന്നും ഈ വക കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്, ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, മനഃപൂർവ്വം അല്ലെങ്കിലും മനഃപൂർവ്വം ആയിട്ടാണെങ്കിലും ഇത് ചെയ്താൽ ഇത് ബാധിക്കും എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളും ഉണ്ട്. ചില കാര്യങ്ങൾ ചിലർ പറയും, അടിപൊളിയാണല്ലോ, നമ്മൾ സ്നേഹം കൊണ്ട് പറയണം, പക്ഷെ അവന് സ്നേഹത്തിലായിരിക്കും പറയുന്നത്, പക്ഷെ അറിയാതെ നെഞ്ചിൽ എവിടെയോ ഒരു നീറ്റലോ, എനിക്കിതാവാൻ പറ്റിയില്ലല്ലോ, അയ്യോ ആ കൺസെപ്റ്റ് എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ദൈവനത് വൃത്തിയായിട്ട് ചെയ്യുന്നു എന്നുണ്ടാവുന്ന ഒരു കുഞ്ഞു നീറ്റലുണ്ടാവും. അത് പക്ഷെ അത് ഓപ്പൺ ആയിട്ടൊക്കെ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ബാധിക്കില്ല കേട്ടോ. ചില ആളുകളുണ്ട്, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെ, നിന്നെ സമ്മതിക്കണം കേട്ടോ, അങ്ങോട്ട് പറയാറുണ്ട്, ഭയങ്കര മൂവ് ആയി പോയി കേട്ടോ, സ്മാർട്ട് പ്ലേ ആയി പോയി കേട്ടോ, അത് ഓക്കെയാ, നോ ഇഷ്യൂ. അത് മനസ്സിൽ വെച്ചിട്ട് വേറെ എന്തെങ്കിലും പറയുമ്പോഴാണ് അത് ബാധിക്കുന്നത്. അല്ല, അത് ഒരുപാട് പേരുടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തലത്തിനെ വന്നത് ഹിറ്റ് ചെയ്യും. ആക്ച്വലി അതിന് രക്ഷപ്പെടാൻ ഒറ്റ മാർഗ്ഗം ഈസി മെത്തേഡ്. നമുക്ക് ഫംഗ്ഷൻ മെത്തേഡുകളുണ്ട്, ആസ്ട്രോളജിക്കൽ മെത്തേഡുകളുണ്ട്, എനിക്കറിയാം അതെല്ലാം. പക്ഷേ എന്നിരുന്നാൽ കൂടി നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നത് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ വളരെ ഉപ്പർ വയ്ക്കുക, മുകളിൽ വയ്ക്കുക. അതായത് നല്ല മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ തോട്ട്സ് ലെവലിൽ ഒരു നിശ്ചിത പ്രൊഫൈലിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും വന്ന് ഹിറ്റ് ചെയ്യാണ്ടിരിക്കും. ഞാൻ സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഫംഗ്ഷൻ കൺസൾട്ടേഷൻ അല്ലെങ്കിൽ ഇതിന് വേണ്ടുന്ന മാറ്റങ്ങൾ എക്സ്പെൻസീവ് ആണ്? ഫംഗ്ഷൻ നമുക്ക് ഭയങ്കര എക്കണോമിക്കലാണ് ബേസിക്കലി. കാരണം ഞാനത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഞാനൊരു കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരെനിക്ക് ഓൾറെഡി ഒരു ചാർട്ടങ്ങ് അയച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ ഒരു വാസ്തു വിദഗ്ധൻ വന്നിട്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ള കുറേ മാറ്റങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടെ വന്നപ്പോൾ നല്ലൊരു വീട് പണിയണ ഒരു ചിലവിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ ആൻഡ് സീ ദ റിസൾട്ട്, എന്നിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് നോക്കി. ഞാൻ അങ്ങനെ തന്നെ പറയാം എൻ്റെ ക്ലയൻസിനോട്. അപ്പോൾ ഇവിടെ വരുന്ന നമ്മുടെ കൺസൾട്ടേഷൻ ഫീ വരുന്നുണ്ട്. ഞാൻ 1 ടൈം മാത്രം ചാർജ് ചെയ്യാറുള്ള ഒരു കസ്റ്റമറുടെ അടുത്ത്. അതിനുശേഷം നമ്മൾ മാക്സിമം അവർക്ക് ആഫ്റ്റർ സർവീസ് കൊടുക്കാറുണ്ട്, വാട്സാപ്പ് കൂടെയും വിളിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ വരുന്നതിൻ്റെ ടൂൾസിൻ്റെ ചാർജസ് ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ഈ സ്റ്റാച്യൂസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു വിഭാഗം ആളുകളുണ്ട്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാ റിലീജിയസിലുള്ള ആളുകളുണ്ട്. കാരണം ഈ ഫംഗ്ഷൻ ഒരു റിലീജിയസ് പ്രാക്ടീസ് അല്ല, ഓക്കെ, ഒരു റിലീജിയന്റെയും ഭാഗമല്ല. ഞാൻ നേരത്തെ പറഞ്ഞു,
എന്തിനെ സൂചിപ്പിക്കുന്ന സിമ്പിൾ ആണോ അത് വെക്കേണ്ട അടുത്ത് വെക്കുക എന്നുള്ളത് മാത്രം ഫംഗ്ഷൻ വരണുള്ളൂ. ഇത് കൂടാണ്ട് നമുക്ക് മറ്റ് എലമെന്റ്സിനെ ബേസ് ചെയ്ത് അവന്റെ വീട് കംപ്ലീറ്റ്ലി നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ ഏറ്റവും എക്കണോമിക്കൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എനർജികളെ പ്ലേസ് ചെയ്യാൻ പറ്റും. ചെടികളായിരിക്കും പറയേണ്ടാവുക, ഒരു അക്വേറിയം ആയിരിക്കും, അത് ആർക്കും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ലൈറ്റിന്റെ ഫ്രീക്വൻസി കൊണ്ട് കൂട്ടും കുറയ്ക്കും, അതല്ലെങ്കിൽ നമ്മുടെ ഒരു എർത്തൻ പോട്ട് പറയും, ക്രിസ്റ്റൽസ് പറയും. അപ്പോൾ ആ ഒരു വീട് അല്ലെങ്കിൽ ആ ഒരു സ്പേസ് ഫംഗ്ഷൻഡ് ആണെന്ന് അറിയാണ്ട് പോലും നമുക്ക് ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു സ്റ്റാച്യൂസും കാര്യങ്ങളൊക്കെ ഇതിനും നമുക്ക് അവർ മേടിപ്പിക്കാം. അത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇത് ഒരു ഭൂരിഭാഗം ഇന്ന് ഫംഗ്ഷൻ ടൂൾസ് എല്ലാം തന്നെ പുറത്ത് മാർക്കറ്റിൽ ഇതൊക്കെ ഭയങ്കര ഈസിലി സെയിം. അവിടെ എനിക്കൊരു കാര്യം കൂടെ ആഡ് ചെയ്യാനുണ്ട്. കാര്യം എന്താ പറയുക, ഇപ്പൊ ഞാൻ ആ പറഞ്ഞ രീതിയിലാണെങ്കിൽ, അതായത് സിമ്പിൾസ് ക്യാൻ മേക്ക് എ ചേഞ്ച് എന്നുള്ള ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു ചെറിയ സിമ്പിൾ ആണ്. ഇപ്പൊ നേരത്തെ രോഹിത് പറഞ്ഞ പോലെ തന്നെ ഒരു പിക്ചറിന് ഒരു എൻറ്റയർ ഏരിയയുടെ എനർജിയെ മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിന് കണ്ടീഷൻസ് ഇല്ല. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിലെ പ്രത്യേകം എന്താ പറയുക, ഇതിനെ കുറച്ചും കൂടെ ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞാലാണ് ആളുകൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു റിലീജിയസ് പ്രാക്ടീസ് പോലെയോ അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസ് പോലെയൊക്കെ പറഞ്ഞാലാണ് ആളുകൾക്ക് ഇത് എടുക്കാൻ പറ്റുള്ളൂ. ബേസിക്കലി അത് ആ വിശ്വാസത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമായിരിക്കാം. പക്ഷെ അതിന് അങ്ങനെയൊന്നും കാണണ്ടെന്നേ. നിങ്ങൾക്കിത് ഒരു പിക്ചറായിട്ട് മേടിക്കാൻ പറ്റുമോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ഷോപ്പിൽ നിന്ന് കിട്ടുമോ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ് ഇസ് ഇനഫ്. കാരണം അതിനും ആ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ ഈസിലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ചെറിയ ചെറിയ എമൗണ്ടുകളിൽ കൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്ന പ്രോഡക്റ്റിലൊക്കെ തന്നെ വരുന്നത്. എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റിലുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. ഇപ്പോൾ റൂയി, ഇതൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും റൂയി എന്നുള്ളൊരു പ്രോഡക്റ്റ്. അപ്പോൾ ഈ റൂയി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇതും ഈ പറഞ്ഞ ചൈനീസ് കോൺസെപ്റ്റ് ആണ്. അവിടുത്തെ അന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോൾ ഏൻഷ്യൻ ചൈനയിലെ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് രാജകൊട്ടാരത്തിലെ എംപ്ലോയി ആയിട്ട് മാറാന്നുള്ളതാണ്, രാജകൊട്ടാരത്തിൽ സ്റ്റാഫായിട്ട് മാറാന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന അധികാരത്തിന്റെ ചിഹ്നമാണ് ഈ റൂയി. ഇത് കണ്ടിട്ടുണ്ടാവുമല്ലോ, ഏതെങ്കിലുമൊക്കെ ലോഫിംഗ് ബുദ്ധയുടെ കയ്യിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, ഇങ്ങനെ പിടിച്ച് റൂയി പിടിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ തോളത്ത് ഇങ്ങനെ റൂയി വെച്ചേക്കുന്ന ലോഫിംഗ് ബുദ്ധാസൊക്കെ ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ശരിക്കും അതോറിറ്റിനെയും പവറിനെയും മാത്രമാണ്. ആ ഒരു സിമ്പിളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഒരു വർക്ക് ചെയ്യുന്നൊരു ആളാണെങ്കിൽ അയാളുടെ വർക്കിംഗ് ടേബിളും നമുക്ക് കൊടുക്കാം. അതുപോലെ അല്ലെങ്കിൽ ഒരു ഓഫീസിന്റെ നമുക്ക് അയാളുടെ നോർത്ത് വാളിൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യിക്കാൻ പറ്റും. എക്സ്പെൻസീവ് ആണോ? ഇല്ല, ഇതിനിപ്പോ ഇതിന്റെ രൂപ പറയണോ ഞാൻ? ഇപ്പൊ ഇത് നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ തന്നെ നമുക്ക് കട 1300 1200 വരുന്നുണ്ട്. ഞാൻ ഇത് എനിക്ക് ഡയറക്റ്റ് കിട്ടുന്നുണ്ട്. ഞാൻ 1000 ബിലോലാണ് ഞാൻ അതൊക്കെ കൊടുക്കേണ്ടത്. അവിടുന്ന് കൊണ്ടുവരുന്നതാണോ? അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. എനിക്ക് തന്നിട്ട് 100%. തീർച്ചയായിട്ടും. റൂയി അല്ല, ഇത് ഭയങ്കര പവർഫുൾ. ഇതിന് റൂയിയുടെ അർത്ഥം വരുന്നത് ആസ് യു വിഷ് എന്നാണ് എന്റെ അർത്ഥം. അതായത് ചൈനീസിലെ റൂയി എന്ന് പറയുമ്പോൾ ആസ് യു വിഷ്, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. കാരണം എന്താ, അദ്ദേഹം ഉള്ളത് എവിടെയാ, രാജകൊട്ടാരത്തിൽ. ഈസ് വെരി പവർഫുൾ. അപ്പൊ അയാളുടെ ആഗ്രഹങ്ങൾ അവിടെ നടന്നിരിക്കുന്നുള്ളതാണ്. അപ്പൊ അതിന്റെ സിമ്പിൾ ആണ് ശരിക്കും നമ്മൾ റൂയി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ടിബറ്റൻ ബെൽ, നമുക്ക് ഓം ബെൽ എന്ന് പറയാൻ പറ്റും. ഇത് ആളുകൾ നമ്മൾ ശരിക്കും എനർജി ക്ലെൻസിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. ഇതിനകത്ത് ഒരു സാധനം ആഡ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ടുണ്ടല്ലോ രോഹിത്? എന്റെ ശബ്ദത്തിന് ഭയങ്കര പ്രാധാന്യം ഉണ്ട് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ശബ്ദമാണ്. നല്ല ഇതിനകത്ത് ശരിക്കും ഓംബെൽ എന്നൊരു പേരുണ്ട്. കാരണം ഈ ശബ്ദം വരുന്നത് ഓങ്കാരമായിട്ടാണ് കണക്കാക്കുന്നത്. ഓം എന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ചാൽ കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത് ബോളും ഇത് തമ്മിലുള്ള വ്യത്യാസം അത് പറഞ്ഞുതരാം. അതിനകത്ത് എന്താ പറയുക വെച്ചാൽ, ഇത് ശരിക്കും ഉപയോഗിക്കുന്നത് ഒരു എനർജി ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട്, ഒരു സ്പേസ് ക്ലെൻസിങ്ങിന്, സ്പേസ് പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കാം. നമുക്ക് രണ്ട് രീതിയിലാണ് പറയാൻ. സ്പേസ് പ്യൂരിഫിക്കേഷൻ ഒന്നില്ലെങ്കിൽ പുകയ്ക്കുക, അതല്ലെങ്കിൽ ബെല്ലിന്റെ ശബ്ദം. കാരണം നമ്മൾ ഈ പറയുന്ന ഹോണ്ടഡ് എനർജി, അതല്ലെങ്കിൽ ചലഞ്ചിങ്, ഞാൻ അതിന് ചലഞ്ചിങ് എനർജി എന്ന് പറയാറുണ്ട്. അങ്ങനെ വേറൊരു രീതിയിൽ എടുക്കാറില്ല. അപ്പൊ എനി കൈൻഡ് ഓഫ് ചലഞ്ചിങ് എനർജീസ്, വിച്ച് മീൻസ് നെഗറ്റീവ് എനർജീസ് എന്ന് ആളുകൾ പറയുന്ന ആ ഒരു എനർജി അവിടെ ഉണ്ടെങ്കിൽ അതിനെ ക്ലെൻസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ശരിക്കും പറഞ്ഞാൽ ശബ്ദം, മണിശബ്ദം. അതുകൊണ്ടാണ് നമ്മൾ ഒരുമാതിരിപ്പെട്ട എല്ലാ പുണ്യസ്ഥലങ്ങളിലും എന്തുണ്ട്, മണിയുണ്ട്. കാരണം ഈ ബെല്ലിന്റെ ശബ്ദത്തിന് നമ്മുടെ ഹ്യൂമൻ ബീയിങ്ങിന്റെ നെർവസ് സിസ്റ്റത്തിനെ ഡയറക്റ്റ് അഫക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അത് പടി. ഇതിനകത്ത് വന്നിരിക്കുന്ന മറ്റൊരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇതിന്റെ മുകളിലിരിക്കുന്ന ഈ സംഗതിനെ നമ്മൾ വജ്രദണ്ഡ് എന്ന് പറയാം. അങ്ങനെയാണ് ഇത് പവർഫുൾ ആവുന്നത് കുറച്ചും കൂടെ. കാരണം ഇത് നമ്മുടെ ദേവേന്ദ്രന്റെ വജ്രായുധത്തിന്റെ സിമ്പിളാണ്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് കാണാം. വജ്രായുധം അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് ആണ് വരുന്നത്. അപ്പൊ അതിനെയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു സംഗതി വരുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മേടിച്ച് വെക്കുക, ഓഫീസിൽ വെക്കുക. വൺസ് ഇൻ എ ഡേ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യണത് നല്ല ഒരു ക്ലെൻസിങ് ആയിരിക്കും. സൗണ്ട് കേൾപ്പിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക, ഒരു ശബ്ദം കേൾപ്പിക്കാന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ വീട്ടിലൊരു ആർഗ്യുമെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്, ഓക്കെ, ഒരു പ്രശ്നം എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്നത്
ആ ഒരു എനർജീനെ അത് ഡിഫ്യൂസ് ചെയ്ത് കളയുന്ന പറയാം. പ്ലസ് ഇത് നല്ല രീതിയിൽ തന്നെ വെൽത്ത് എൻഹാൻസ്മെന്റിനും ഈ ഒരു എനർജി ഹെൽപ്ഫുൾ ഇതും കൂടെ ഞാൻ ചോദിച്ചാൽ എന്നെ വഴക്ക് പറയുന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് അങ്ങനെ തരാൻ ചാൻസ് ഇല്ല. ഞാൻ ഇത് ഒരു പ്രോഡക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല, ഞാൻ എന്റെ കൺസൾട്ടേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ബോളുണ്ട്, പക്ഷെ ഇത് അവൈലബിൾ ആണ് ഈസിലി. നമുക്ക് ഈ പറഞ്ഞ ടിബറ്റൻ മാർക്കറ്റുകൾ, ഇപ്പൊ ഗോവ കൈൻഡ് ഓഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ബീച്ച് സൈഡിലുള്ള ഈ ടിബറ്റൻ മാർക്കറ്റുകൾ വളരെ നല്ല ക്വാളിറ്റി ഉള്ള കിട്ടുന്നുള്ള മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് നമുക്ക് അടിച്ചു നോക്കി കിട്ടാൻ മനസ്സിലാക്കാം. മറ്റൊരു സംശയം ചോദിക്കട്ടെ. ഞാൻ താങ്കളുടെ ഈ ചാനലിലൂടെ ജസ്റ്റ് ഒന്ന് പോയി ഫെങ്ഷോ ഇന്ത്യ, അതിൽ ആത്മഹത്യ ചെയ്ത ആളുടെ ആത്മാവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ആത്മാക്കളോടാണ് കൂടുതൽ താല്പര്യമുള്ളതുകൊണ്ട് എന്താണ് ആത്മാക്കളെ കുറിച്ചുള്ള താങ്കളുടെ കൺസെപ്റ്റ്? ഞാൻ അതിനകത്ത് ഇടാനുള്ള കാരണം തന്നെ ഒരു വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു റീസെൻ്റ്ലി സംഭവിച്ചത്. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എന്നെ കാണാനും കൂടി ആയിട്ടാണ് നാട്ടിൽ വന്നത്. വേറെ സ്ഥലത്ത് നിന്നാണ്, അദ്ദേഹത്തിൻ്റെ സ്ഥലം ചേർത്തലയാണ്. അപ്പോൾ അദ്ദേഹം ചാലക്കുടിയിൽ എൻ്റെ നാട്ടിലേക്ക് വന്നു. എന്നെയും എൻ്റെ വേറൊരു കൂട്ടുകാരനെയും വിളിച്ചു. അപ്പോൾ ഇവനെ ഇങ്ങനെ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആളോട് വരാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ സ്ഥലത്തില്ല, ഞാൻ കോയമ്പത്തൂർ, എനിക്ക് വലിയൊരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് സ്ഥലത്തില്ല, നീ ഒരു കാര്യം ചെയ്യുന്ന അവിടെ സെറ്റിലാവ്. എൻ്റെ മറ്റു കൂട്ടുകാരുണ്ട്, അഭിലാഷിനോട്. ഞാൻ പറഞ്ഞു, അഭിലാഷിനും കൂടെ നീ സംസാരിച്ചിരിക്കുക, നാളെ വരാം, നമുക്ക് നാളെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ പലപ്പോഴും വരും, നമ്മൾ കാണും, സംസാരിക്കും, പോവുകയൊക്കെ ചെയ്യും. പിറ്റേ ദിവസം രാവിലെ എന്നെ അഭിലാഷ് വിളിച്ചിട്ട് പറഞ്ഞു, കൃഷ്ണകുമാർ എവിടെ എത്തിയെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ഓൺ ദ വേ ആണെന്ന് പറഞ്ഞു. നീ വേഗം വാ, ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. എന്ത് പറ്റിയെന്ന് വെച്ചാൽ പറഞ്ഞു, ഇവനിങ്ങനെ ഹാങ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മരിച്ചു എന്ന് അപ്പോഴും എനിക്ക് മനസ്സിലാവണം വെച്ചാൽ. എന്നിട്ട് ഞാൻ ചോദിച്ചത്, അപ്പം പറഞ്ഞു, ഇല്ല, ആള് പോയിടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ, ഞാൻ അപ്പോഴേക്കും വേഗം എത്തി. ഞാൻ എത്തിയപ്പോഴും ഇവർ ഒരു ലോഡ്ജിലാണ് സംഭവിച്ചത്, ചാലക്കുടിയിൽ. ഒരു ബോഡി മാറ്റിയിട്ടില്ല. അപ്പോൾ എൻ്റെ വിചാരിച്ചത് കഴിഞ്ഞ് ഇവർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഞാനത് അങ്ങനെ രീതിയിൽ കാണാൻ മാനസികമായിട്ട് പ്രിപ്പയർഡ് അല്ലായിരുന്നു ആക്ച്വലി. അപ്പോൾ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് വെച്ചാൽ ആ ഒരു ബോഡി അവിടെ ഹാങ് ചെയ്ത് നിൽക്കണം. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു.